സലീമേട്ടന് വേണ്ടി 1 കോടി രൂപ മുടക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് എനിക്ക് ഒട്ടും യോജിക്കില്ല. കാരണം അത്രയും പൈസ മുടക്കിയിട്ട് സലീമേട്ടന് ഒരു കാര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ സലീമേട്ടനുണ്ട് ഇല്ലേ? മരിച്ചെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന TV കൂടിയൊക്കെ മരിക്കാതെ ജീവിക്കുന്ന ഒരാളാണ് സലീമേട്ടൻ. ആ പേരിൽ കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു വീടോ ഒരു പേരില് ലാഫിംഗ് വില്ല എന്നുള്ള പേരിൽ വീടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ആ പൈസ കൊടുക്കുകയാണെങ്കിൽ സലീമേട്ടൻ അതായിരിക്കും ഏറ്റവും സന്തോഷം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർഹിക്കപ്പെടുന്നു. ഈ പ്രിയങ്ക ഈ പറഞ്ഞ പോയിന്റിനോട് ഞാനും യോജിക്കുന്നുണ്ട്. 1 കോടി രൂപ മുടക്കി സലീം കുമാറിന്റെ പേരിൽ ഒരു പ്രതിമ നിർമ്മിക്കുന്നതിനേക്കാളും എത്രയോ നല്ല കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കുറച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് ആ തുക ഉപകരിക്കുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീടില്ലാത്ത എത്രയോ പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സലീം കുമാറിന്റെ വീടിന്റെ പേരായ ലാഫിംഗ് വില്ല എന്ന പേരും ഇട്. അവര് മരിക്കുവോളം സലീം കുമാറിനെ ഓർക്കുകയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അല്ലേ. അതൊക്കെയാണ് നല്ല കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഒരു പ്രതിമ വെക്കുന്നത് തെറ്റ് എന്നല്ല. ഈ പ്രതിമ നമ്മളെ എവിടെയെങ്കിലും കൊണ്ട് ഇത്രയും 1 കോടി രൂപയൊക്കെ മുടക്കി വെച്ചിട്ട് എത്ര കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? കുറച്ച് കഴിയുമ്പോൾ അവിടെ എന്നാ പറയുന്നത്, പുല്ലും പിടിച്ച് കാടും കയറി ആ പ്രതിമയുടെ മണ്ടയ്ക്ക് കാക്കയും തൂറി ആരും നോക്കാനില്ലാതെ അതിങ്ങനെ അവിടെ കിടക്കും. ആ 1 കോടി രൂപയ്ക്ക് ഒരു വാല്യൂവും അന്നേരം ഉണ്ടാവുന്നില്ല. അതിൽ പരം ഇങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എത്ര വീട് വെച്ച് കൊടുക്കാൻ പറ്റും ഈ 1 കോടി രൂപ ഉണ്ടെങ്കിൽ? അപ്പം ആ പറഞ്ഞ കാര്യത്തിനോട് ഞാനും യോജിക്കുന്നു. കൊടുക്കണം. സലീമേട്ടന് ഒരു വലിയൊരു ഇതുണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം കൊടുത്താൽ ആ പൈസ ഇപ്പോ കളയാൻ പറ്റിയൊരു സാഹചര്യമല്ല. അതിനേക്കാൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പഠിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ സഹായിക്കാം. അതിനുവേണ്ടി സലീമേട്ടന്റെ പേര് തന്നെ ആയിക്കൂടെ? ഞാൻ അതിനോടൊക്കെ യോജിക്കുന്ന ആളാണ്. പിന്നെ തുടക്കമല്ലേ, എല്ലാം നന്നായിട്ട് വരും. അവരെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടല്ലോ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോളും. അതെ, തുടക്കമല്ലേ, എല്ലാം നന്നായിട്ട് തന്നെ വരും. ഈ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. പക്ഷെ ഈ പറഞ്ഞ കാര്യം, ഈ സലീമേട്ടന്റെ പേരിൽ പ്രതിമ നിർമ്മിക്കുന്നതിനോട് നമുക്കും യോജിപ്പില്ല എന്നല്ല. പ്രതിമ നിർമ്മിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കുമ്പോൾ അത് ഇപ്പുറത്ത് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനോ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ആ പൈസയുടെ മൂല്യം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ജനങ്ങൾ എന്നെന്നും സലീം കുമാറിനെ ഓർക്കുകയും ചെയ്യും. പുതിയ സർക്കാരിൻ്റെ നന്മകളും ജനങ്ങൾ ഓർക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.